ശോഭ കിച്ചണിൽ ഇന്നൊരു രസമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ നമുക്ക് രസകരമായി രസമുണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് രസമുണ്ടാക്കാം. ഈ രസത്തിനധികം സാധനങ്ങളൊന്നും വേണ്ട, ഒരുപാട് ടെൻഷനും അടിക്കണ്ട. രസം രസകരമായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഊണിന് കൂട്ടാം. സൂപ്പർ രസമായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഹായ്, ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു രസം വെക്കാം. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുകിടാം. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകിൻ്റെ പകുതി ഇടിച്ചത്. രസം നമുക്ക് എങ്ങനെയും വെക്കാം, പല രീതിയിൽ രസം വെക്കാം. ഞാൻ ഇന്നൊരു തക്കാളി വാട്ടി തക്കാളി മിക്സിയിൽ അടിച്ച് എന്നിട്ടാണ് രസം വെക്കുന്നത്. പെട്ടെന്ന് രസം. ഇതൊന്ന് മൂക്കട്ടെ. പെട്ടെന്ന് നമുക്ക് ഒരു പച്ചമുളക് ചതച്ചിടുക, ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും ചെറിയ കല്ലിൽ വെച്ച് ചതയ്ക്കുക, അത് ഇതിലേക്ക് ഇടുക. ഒരു തക്കാളി അടുപ്പത്ത് വയ്ക്കുക, വേവിച്ചെടുക്കുക. അത് മിക്സിയിൽ അരയ്ക്കാം. തക്കാളി അരച്ചതാണിത്. ഉണ്ടോ? ഇത് നല്ലോണം മൂക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇത്തിരി പുളി വെള്ളത്തിട്ടതാണ്. കറിവേപ്പില ഇടാം. ഒരു പിഞ്ച് മുളകും ഉണ്ട്, ഒരു ചെറിയൊരു നുള്ള് മഞ്ഞൾപ്പൊടിയുണ്ട്. നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അടിച്ച് വയ്ക്കാം. കുറച്ച് പുളിയും കൂടി ഒഴിക്കാം. പുളിയാണ്. നമുക്ക് നിളക്കാം. കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊരു പുളി പിഴിഞ്ഞ വെള്ളമാണ്. ഇതും കൂടി ഒഴിക്കാം. ഇത്തിരി ഉപ്പിടാം. ഇളക്കി നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകമായിരിക്കും. സൂപ്പർ രസമാണ്. നിങ്ങളങ്ങനെ വെച്ച് നോക്കണം. പിന്നെ ഞാനൊന്നും കൂടെ പറയാൻ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യം ഒരു തക്കാളി എടുത്ത് വെള്ളത്തിൽ വെച്ച് വേവിച്ച് വാട്ടിയെടുക്കുക മുഴുവനെ. ഇനി ഒരു പച്ചമുളകിൻ്റെ പകുതിയെല്ലാം മുഴുവൻ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഒരു കഷ്ണം പച്ചമുളകും കൂടി കൂട്ടിയിട്ട് ചതച്ചെടുക്കുക കല്ലിൽ. അപ്പോഴത്തേക്കും തക്കാളി വെന്തിട്ടുണ്ടാവും. ആ തക്കാളി മിക്സിയിലിട്ട് മെല്ലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കായത്തിൻ്റെ പൊടി ഇടുക. അത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. പുളിയും പിഴിഞ്ഞ് സൂപ്പർ രസമാകും. ശരിയെന്ന്. ഇനി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണാം. രസം റെഡി ആയിട്ടുണ്ട്. ഇതാ സൂപ്പർ രസം.